കപ്പലോട്ടക്കാരുമായി സംവദിക്കാൻ പാലക്കുന്നിലെ കോട്ടിക്കുളം മർച്ചന്റ് നേവി ക്ലബ്ബിൽ കുട്ടിക്കൂട്ടമെത്തി. പാലക്കുന്ന് അംബിക ലൈബ്രറി ബാലവേദിയിലെ കുട്ടികളാണ് വായനക്കളരിയുടെ ഭാഗമായി ഭാരവാഹികളോടൊപ്പം കോട്ടിക്കുളം മർച്ചന്റ് നേവി ക്ലബ്ബിലെത്തിയത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കപ്പൽ ജോലിക്കാർക്ക് പ്രതിമാസ വരുമാനമെത്ര? ചെറിയ ഇരുമ്പ് കഷ്ണമിട്ടാൽ അത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നുവെങ്കിലും ഭീമാകാരമായ കപ്പൽ കടലിൽ പൊങ്ങിക്കിടക്കുന്നതെങ്ങനെ? കപ്പലിൽ നിന്ന് ആളെ കാണാതാകുന്നതിനുള്ള കാരണമെന്ത്? കടൽ കൊള്ളക്കാരുടെ ഭീഷണി എങ്ങനെ നേരിടും? കടലാക്രമണമുണ്ടായാൽ എന്തു ചെയ്യും? രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ എന്തെല്ലാം? കോട്ടിക്കുളം മർച്ചന്റ് നേവി ക്ലബ്ബിൽ കപ്പലോട്ടക്കാരുമായി മുഖാമുഖം കണ്ട് സംവദിക്കാനെത്തിയ കൊച്ചുകുട്ടികളുടെ സംശയങ്ങളിൽ ചിലതായിരുന്നു ഇവ. പതിറ്റാണ്ടുകളായി കപ്പലിൽ ജോലി ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന ക്ലബിലെ അംഗങ്ങൾ കുട്ടികളുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകി. കപ്പലിൽ മൂന്നാളുകൾ നല്ല പൈസ ഉണ്ട്, അങ്ങനെ നിങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ കപ്പലിൽ കയറി കഴിഞ്ഞാൽ കപ്പലിൽ ചില വേർഡ്സ് ഉണ്ട്, ചില ടേംസ് ഉണ്ട്. അത് കപ്പലുകാർക്ക് മാത്രമേ അറിയുള്ളൂ, നിങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന റൂമുകൾ അതിനെന്താ പറയാ? ആർക്കൊക്കെ അറിയോ? എന്താ നമ്മൾ പറയാ? ക്യാബിൻ. റൂം എന്ന് പറയില്ല, ഞങ്ങൾ ക്യാബിൻ എന്താ പറയും. ചോറിടുന്ന സ്ഥലം എന്താ പറയാ? ഗാലി. ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്ന സ്ഥലം ഗാലി. ആ ഡിപ്പാർട്ട്മെന്റേ ഗാലിയാണ്. അതാണ് പെട്ടെന്ന് മുങ്ങും. അപ്പം അതിന് സമയം വേണ്ട. അതല്ലെങ്കിൽ കപ്പൽ മുങ്ങാൻ ചുരുങ്ങിയ 4 മണിക്കൂർ വേണം. ഇങ്ങനെ ഈ പൊസിഷനിലാണ് മുങ്ങുന്നതെങ്കിൽ 4 മണിക്കൂറിന് മുമ്പ് മുങ്ങില്ല. രക്ഷപ്പെടുന്നവരൊക്കെ ലൈഫ് ബോട്ട് കൂടി രക്ഷപ്പെടാം. ലൈഫ് ബോട്ട് കൂടുതൽ ഈ നേവി ഷിപ്പ് മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത്. ഫാസ്റ്റ് ഷിപ്പ് വരെ പോകും. പിന്നെ പാസഞ്ചർ ഷിപ്പിന്റെ ഇത് ബാലസ്റ്റ് കീപ്പ് ചെയ്യുന്നത് വെള്ളവും ബാക്കി ലോഹത്തിന്റെ സാധനങ്ങളുണ്ട് സൈഡിൽ, അതാണ് കീപ്പ് ചെയ്ത് വെക്കുന്നത്. പാസഞ്ചർ ഇറക്കിയിട്ടാവളും രണ്ടാമത് കയറുന്നവരും ഈ ബാലസ്റ്റ് എപ്പോഴും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആർക്കും കപ്പലിലെ ജോലിയിൽ താല്പര്യമില്ലെന്നാണ് അവരോടുള്ള ചോദ്യത്തിന് കിട്ടിയ ഉത്തരം. എങ്കിൽ അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭൂരിഭാഗം പേർക്കും ഡോക്ടർ, എഞ്ചിനീയർ, അധ്യാപകർ, IAS ഉദ്യോഗസ്ഥർ എന്നതായിരുന്നു. അതിനായുള്ള ശ്രമങ്ങൾ തുടരട്ടെയെന്ന് വേദിയിലുള്ളവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. പാലക്കുന്ന് അംബിക ലൈബ്രറി ബാലവേദിയിലെ കുട്ടികളാണ് വായനാക്കളരിയുടെ ഭാഗമായി ഭാരവാഹികളോടൊപ്പം കോട്ടിക്കുളം മർച്ചന്റ് നേവി ക്ലബ്ബിലെത്തിയത്. അവരെ കോൺഫറൻസ് ഹാളിൽ സ്വീകരിച്ചു. വായനക്കളരി വായന വെളിച്ചം പരിപാടിയുടെ ഭാഗമായി അംബിക ലൈബ്രറി അവിടെ ബാലവേദി കുട്ടികൾ ക്ലബിലേക്ക് വന്നിട്ട് അവർക്ക് കപ്പലോട്ടക്കാരെ കാണാനും കപ്പൽ മർച്ചന്റ് നേവി ക്ലബ്ബ് കാണാനും കപ്പലോട്ടക്കാരുടെ ജീവിതം അറിയാനും കപ്പലിൽ ജോലി കിട്ടേണ്ട സാധ്യതകളെ പറ്റി അന്വേഷിക്കാനും അവരൊത്തുകൂടിയ ഒരു വേദിയായിരുന്നു നടന്നത്. നല്ല കുട്ടികളുണ്ടായിരുന്നു, നമ്മൾ വിളിച്ചത്ര തന്നെ കുട്ടികളുണ്ടായിരുന്നു. മിക്കവാറും അവർക്ക് അറിയേണ്ടത് ഈ കപ്പൽ പൊങ്ങിക്കിടക്കുന്നത് എങ്ങനെയാണ്, കപ്പൽ അപകടം പറ്റിയാൽ നിങ്ങളെങ്ങനെ രക്ഷപ്പെടുക, അതിൽ ശമ്പളത്തിലാണ്, ഏതൊക്കെ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ഓരോ കുട്ടികളും ചോദിച്ചു. വ്യക്തമായ മറുപടി അവർക്ക് എല്ലാവർക്കും നമ്മൾ കൊടുത്തു. വളരെ നല്ല പരിപാടിയായിരുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷം തുടങ്ങിയ യോഗം പ്രസിഡന്റ് പാലക്കുന്നിൽ കുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി UK ജയപ്രകാശ്, ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി രാജൻ മലാങ്കുന്ന്, അംബിക ലൈബ്രറി പ്രസിഡന്റ് PV രാജേന്ദ്രൻ, മറ്റു ഭാരവാഹികളായ പള്ളം നാരായണൻ, A ബാലകൃഷ്ണൻ, ശ്രീജ പുരുഷോത്തമൻ, ബിന്ദു കല്ലത്ത്, ലീലാവതി രവീന്ദ്രൻ, ലൈബ്രറിയൻ KV ശാരദ, ന്യൂസി വനിതാ വിംഗ് കേരള പ്രതിനിധി സ്വപ്ന മനോജ്, ഇബ്രാഹിം കാഞ്ഞങ്ങാട്, ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട്, നാരായണൻ കുന്നുമ്മൽ, രാഘവൻ ഉദയമംഗലം, C ആണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയാണ് എല്ലാവരും കൂട്ടുപിരിഞ്ഞത്. തുടർന്ന് പങ്കെടുത്തവർക്കെല്ലാം ഭക്ഷണവും മധുരവും വിളമ്പി. ന്യൂസ് ബ്യൂറോ, ഉദുമ.